ഇപ്പൊ പെണ്ണുങ്ങളെ വിവരിക്കുന്നതിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് വിവരിച്ചതുപോലെയല്ല ഇപ്പൊ വിവരിക്കുന്നത് പാട്ടുകളില്. ആ ഒരു വ്യത്യാസം ഇപ്പം പ്രേമലൂലാണെങ്കിലും ഇതിലാണെങ്കിലും ഇപ്പൊ അശുഭമംഗളകാരി അങ്ങനെ ഓരോ പെണ്ണുങ്ങളെ വിവരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അങ്ങനെയുള്ള വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? അത് ഞാൻ ആലോചിച്ച ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണത്. ഇപ്പൊ നമ്മൾ പഴയ പാട്ടുകളിൽ ദേവി എന്നാണ് വിളിക്കുക കാമുകിനെ. മിക്കതും സുഗമോ ദേവിയൊക്കെ മുതലൊക്കെ ഇങ്ങനെ എടുത്തു ദേവി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അപ്പം അത് അന്നത്തെ സമയത്ത് ഇറ്റ് മേക്ക് സെൻസ്. നിങ്ങൾ വളരെ റെയർലിയാണ് കാമുകിയെ കാണാൻ കഴിയുക. ആ കാലഘട്ടത്തിൽ പബ്ലിക്കായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലായാളുടെയും അവളുടെയും ഇമാജിനേഷനിലായിരിക്കും ഈ പ്രണയം ഉണ്ടാകുന്നതില്ല. വല്ലപ്പോഴും കോളേജിൽ പോകുമ്പോൾ വാതിക്ക് വെച്ച് കണ്ടു, ബസ്സിലിരുന്ന് അങ്ങോട്ട് കണ്ടു ഇങ്ങോട്ട് കണ്ടു, ഫോണില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ അകൽച്ച ഇവർക്ക് വേറെന്തൊക്കെയോ ഫാൻറ്റസിയിലാണ് ഇവർ സ്ത്രീയെ കണ്ടുകൊണ്ടിരുന്നത്, മറ്റൊരു പുരുഷനെ കണ്ടുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ്ലി അറിയാത്തൊരു ഗ്യാപ്പ്. അപ്പോൾ ദേവി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സെറ്റാണത്, കുഴപ്പമില്ല. ഇതിന് ശേഷം പിന്നീട് ഇങ്ങനെ വന്ന് സ്ത്രീ പുരുഷ ബന്ധം മാറി മാറി ഭയങ്കര ഇടാപോടാ എന്നുള്ള സ്ഥലത്തെത്തി. തോളത്ത് ഇടും, ഒരുമിച്ചിരുന്ന് കഴിക്കും. ഫ്രണ്ട്സാണ്, കാമുകനാണ്, കാമുകയാണോ ഒന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്ലോസ് ആയി. അപ്പം നമുക്കിപ്പം സ്ത്രീകൾക്ക് പുരുഷന്മാരെന്ന് പറയുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല. നമ്മളെല്ലാം അവരെന്താ ചെയ്യണമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഭയങ്കര ഓപ്പൺ സ്പേസിലാണ് അത് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പിന്നെ പ്രശ്നമില്ല. ഇപ്പം യൂണിസെക്സ് ലിറിക്സ് ഓക്കെയാണ് അവിടെ. അത് ആർക്കും പാടാം, പെണ്ണിന് നേരെ തിരിച്ചും പാടാം, ആണിനും പാടാം. അതിൽ സ്ത്രീലിംഗം പുല്ലിംഗം ഒന്നും മാറ്റണ്ട. പണ്ടാണെങ്കിൽ ഓരോ വേർഷൻ ഉണ്ടാക്കണം. എപ്പോഴും എല്ലാ പാട്ടിനും ഒരു ഫീമെയിൽ വെർഷൻ ഉണ്ടാവും. അതൊരു സാഡ് വെർഷൻ ഉണ്ടായിരിക്കും. മെയിൽ വെർഷൻ കുറച്ച് ഹാപ്പി സ്പേസിലായിരിക്കും നിൽക്കുക. അപ്പം അതിനെയൊക്കെ മാറ്റി നമ്മളും കാലത്തിനനുസരിച്ച് നമ്മളും മാറി. ഇപ്പം നമ്മൾ യു ആർ മൈ കൺമണി എന്ന് പെണ്ണിനും പാടാം, ആണിനും പാടാം. അത് ഫ്രണ്ടിനോടും പറയാം, ഗേൾ ഫ്രണ്ടിനോടും പറയാം. നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. നമുക്ക് ബന്ധങ്ങളും അങ്ങനെ ആയാലും കുറേ ഒരു ഗ്രേഡ്സ് ഓഫ് ബന്ധങ്ങളുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ. ഇപ്പം ബോയ്സ് ഗേൾസിൻ്റെ ഇടയിലൊക്കെ അത് ചിലപ്പോൾ ബെസ്റ്റി, അവിടെ നിന്ന് കുറച്ചുകൂടെ പോയി ക്രഷ്, അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടം, അങ്ങനെ ഗ്രേഡ് ഉണ്ട്. ചിലപ്പോൾ മാറി വരും. സെയിം ആളിൽ തന്നെ ഇതെല്ലാം വരും, സെയിം ആളിൽ തന്നെ അത് മാറിപ്പോകും. അപ്പം നമ്മൾ പാട്ടും അങ്ങനെ മാറി സ്ത്രീ പുരുഷ ബന്ധത്തിൽ. അപ്പം ഞാൻ എപ്പോഴും ഐ എം വെരി കെയർഫുൾ. ഈ സ്പേസ് വരുമ്പം എപ്പോഴും പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു ഒബ്ജക്റ്റിഫിക്കേഷനും എനിക്ക് അത്ര താല്പര്യമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഐറ്റം പാട്ടുകളെന്ന് പറഞ്ഞ് കേൾക്കുന്ന നല്ല പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്തൊരു കുസൃതിയും, അത് എഴുതാൻ വേറൊരു ടാലൻറ്റ് വേണം. വൈരമുത്തു സാർ എഴുതാൻ, ഗുൽസാർ സാഹിബ് എഴുതുന്നത് ഭയങ്കര ടാലൻറ്റ് വേണം. ഒരു വേറൊരു പ്ലേ ആണ് അതിനകത്ത്. അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ് ഭയങ്കരമായിട്ട്. തമിഴ് പാട്ടുകൾ, തമിഴില് സാധനങ്ങൾ, ഹിന്ദിയില് ഇപ്പൊ കജിരാരെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസമാണ് അത് പ്രയോഗങ്ങൾ. ഉണ്ട്. എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് റൈറ്റേഴ്സ് ഒന്ന് വൈരമുത്തു സാറും ഒന്ന് ഗുൽസാർ സാഹിബാണ്. ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്നത്. ഇപ്പൊ വൈരമുത്തു സാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പോയറ്റിക്കലായിട്ട് എഴുതുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെയുള്ള അതുപോലെ എഴുതാണെന്ന് ആഗ്രഹിക്കുന്നു. അത് നടക്കത്തില്ല, അതുകൊണ്ട് പിന്നെ ആഗ്രഹമില്ല. പക്ഷെ ഞാൻ എന്താ നിൽക്കുന്ന അതേപോലെ കോപ്പി അങ്ങനത്തെ ഒരു പരിപാടിയല്ല. മറിച്ച് അവരുടെ പ്രയോഗം ഉണ്ടല്ലോ, അവരെന്താണ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരു നാടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാതൽ അണുക്കൾ ഉടമ്പിൽ എത്തനെ, ന്യൂട്രോൺ ഇലക്ട്രോൺ നിന്നീല കണ്ണുകൾ മൊത്തം എത്തനെ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സയൻസ് അതിനകത്ത് കയറി വരുന്നുണ്ടല്ലോ, ന്യൂട്രോണും ഇലക്ട്രോണും. ആ സയന്റിഫിക് വേർഡ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നീ ന്യൂട്ടൻ ഇൻ വിധിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ന്യൂട്ടൻ്റെ വിധിയാണോ? അപ്പം ദൈവം എന്ന് പറയുന്ന സ്ഥാനത്തിനൊക്കെ മാറ്റിയിട്ട് മറ്റേത് അങ്ങനെയുള്ളൂ. ഇപ്പം ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലാകാരൻ എന്ന് പറഞ്ഞ് യൂസഫ് അലി സാഹിബ് എഴുതുന്നുണ്ട്. അപ്പം അവിടെ നിന്നൊരു സ്പിരിച്വൽ എലമെന്റിൽ നിന്ന് നേരെ നീ DNA സെറ്റാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി കിട്ടി, ദൈവമല്ല തന്നത് എന്നുള്ള സ്ഥലത്തെത്തുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കൗതുകം, ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ എനിക്ക് അത് ഒരു സാധനം കിട്ടും. അപ്പം ഓക്കെ, അതിഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു പേടിയാണ്. കാരണം മലയാളത്തിൽ ഇത് പെട്ടെന്ന് കല്ല് കടിക്കും, ആളുകൾക്ക് ദേഷ്യം വരും അങ്ങനെ പറഞ്ഞാൽ. അപ്പം അതിനൊരു വഴി നമ്മളിപ്പം ഈ 5 രൂപ 5 അങ്ങനെ കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പം തമിഴിലൊക്കെ ഉപയോഗിക്കണ പോലത്തെ ഒരു പ്രയോഗം മലയാളത്തിൽ നൈസായിട്ട് എങ്ങനെ വെക്കാൻ പറ്റും, അത് നമ്മളെ പുതുമയോടുകൂടി നമ്മുടെ ആളുകൾക്ക് കണക്റ്റ് ആവുന്ന ഒരു സെർട്ടൻ ജനറേഷന്. എൻ്റെ ഉമ്മയ്ക്കൊന്നും മനസ്സിലാകത്തില്ല 5 രൂപ 5 എന്താണെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം താന്നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ആ ജനറേഷൻ അത് മനസ്സിലാകുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം നിലനിൽക്കുന്നതിൽ മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്, അതിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അല്ല, ഞാൻ എപ്പോഴും എഴുതി ഇപ്പം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ആരുടെ പേര് പറഞ്ഞാൽ കുറേ പേരുടെ മിസ്സാവും, പിന്നെ ഇപ്പം കാണണ്ടെന്ന് വെച്ചാൽ. പക്ഷേ കുറേ ഇപ്പം ഞാൻ ജസ്റ്റിനുമായിട്ട് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ
ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും കുറേ വോയിസുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പാടുന്നവരുടെയൊക്കെ വോയിസ് ചുമ്മാ സേവ് ചെയ്തിടുക, ആർക്കും പറയാറില്ല, കാരണം നമുക്കൊരു വാക്ക് കൊടുത്തിട്ട് പിന്നെ പാടിക്കാൻ പറ്റില്ല, അതിനേക്കാളും വലിയ പിണക്കാവില്ല. അപ്പം എപ്പോഴും സേവ് ചെയ്ത് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അയക്കും, എടാ ഇയാൾ എങ്ങനെ ഉണ്ട്, ഈ പെൺകുട്ടി എങ്ങനെ ഉണ്ട്, ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ പോയി അത് കൊള്ളാലോടാ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിക്കും. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് പാടിയിടുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്, അങ്ങനെയുള്ളവരെ നോട്ട് ചെയ്തു. ഉറപ്പായിട്ടുണ്ട്, ഉറപ്പായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക അത്, കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ റൈറ്റ് സ്ഥലത്ത് വരണമല്ലോ, ഒരു സിനിമ വരണം. പിന്നെ ഈ പുതിയ ആളെ കൊണ്ട് പാടിക്കുമ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസറും മറ്റവരൊക്കെ ഷുവറാണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രഷറിലാവും. ഇനിയിപ്പം വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി നമുക്ക് ആ പാട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവർക്ക് നോ പറയണം, പാടിച്ച് അവരെ വിളിച്ചുകൊണ്ടും വന്നു എന്നിട്ട് വേറെ ആളെ കൊണ്ട് പാടി എന്ന് പറയുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ. അപ്പോൾ നമുക്ക് അത്രയും ഷുവറാകുമ്പോഴേ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വിളിക്കാറുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളെപ്പോഴും പുതിയ പുതിയ ഡിഫറെൻറ്റ് വോയിസ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും.